കിഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജവാന. എല്ലാ കിഡ്സിലും നമുക്ക് ഫൺ ടൈം ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ നല്ല ഫണ്ണല്ലേ. ഇന്നത്തെ കിഡ്സിൽ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് ഒരു വേഴ്സും തീമും ഉണ്ടായിരിക്കും. എന്നാൽ അത് നമുക്ക് കാണണ്ടേ? ഓവർ ടു വീഡിയോ പ്രസന്റേഷൻ ടൈം. വീഡിയോ പ്രസന്റേഷൻ നിങ്ങൾക്ക് കണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഹന്നമോളും സാമി ചേച്ചിയും മനസ്സിലാക്കി തരും. Then over to presentation time. ഹലോ കൂട്ടുകാരെ, വേഴ്സാൻവിഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നല്ല തീമും ബാക്കിയൊക്കെ കണ്ട എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ഒരു കിഡ്സ് ചർച്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നല്ല പാട്ടുകൾക്കുണ്ട്, പിന്നെ നമ്മുടെ ഷൈൻ ടൈം ഉണ്ട്. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ പതിവ് പോലെ ഇന്ന് എൻ്റെ കൂടെ ഒരു പുതിയ കൂട്ടുകാരിയുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ്. ഹായ്. ഉഫ്, എൻ്റെ പൊന്നെ എന്നാ ചിരിയാതെ. ഹായ്. ഹായ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പേര്? ഹന്ന. ഹന്ന. യെസ്, ഹന്ന എന്നാണ് കൂട്ടുകാരിയുടെ പേര് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂട്ടുകാരെ, ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൊക്കെ എനിക്ക് ഇപ്പൊ പറഞ്ഞിരുന്നത് എൻ്റെ പേര് ഹന്നയാണ്, മൈ നെയിം ഈസ് ഹന്ന, എൻ്റെ പേര് ഹന്നയാന്നൊക്കെ പറഞ്ഞ കുറേ ഹന്നമാരും ഉണ്ട് നമ്മുടെ കിഡ്സ് ചർച്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഓഹ്, എൻ്റെ പൊന്നെ എൻ്റെ ചിരിയല്ലേ ഹായ് ഒക്കെ കൊടുത്ത കേട്ടോ. നല്ല പ്ലസന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛന്, ചേച്ചി, അമ്മച്ചി, അപ്പച്ചന്. അപ്പൊ ഇന്ന് നമ്മുടെ തീമിന് പറ്റിയ ആൾക്കാരെല്ലാരും വീട്ടിലുണ്ട് കേട്ടോ. അതറിയാൻ വേണ്ടിയോടാണ് ഞാൻ ചോദിച്ചത്. അന്നെ ഏതല്ല പഠിക്കുന്നേ? 3B. ഉഫ്, 3Bയിൽ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും 3 എന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ. 3Bയിലാണ് പഠിക്കുന്നത് കേട്ടോ ഹന്ന. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ. ആദ്യമായിട്ടാണോ കിഡ്സ് ചർച്ചില്? ഉഫ്, ആദ്യമായിട്ടാണ് ഹന്ന കൂട്ടുകാരി കിഡ്സ് ചർച്ചില്. ഹന്ന ഒരു ഹായ് തന്നില്ലേ? നിങ്ങളെല്ലാവരും ഒരു ഹന്നയ്ക്ക് ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഓഹ്, എനിക്കും അയ്യ ഹായ് ഒക്കെ കൊടുത്ത് ഹന്ന വളരെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ഹന്ന, ഇന്ന് നമുക്ക് നല്ലൊരു തീം കണ്ടായിരുന്നു. ഹന്ന കണ്ടോ? ഇന്ന് തീം കണ്ടായിരുന്നോ? തീം കണ്ടു. നമുക്കൊരു വാക്യം ഉണ്ടായിരുന്നു അല്ലേ? അതെ. യെസ്, എനിക്കറിയുന്നു അന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ്, നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് തീം എന്താണെന്ന് ചോദിച്ചാലോ? യെസ്, ഇന്നത്തെ തീം എന്തായിരുന്നു? Listen and learn. യെസ്, ലിസൺ ആൻഡ് Learn. ലേൺ. ഇന്നൊരു വാക്യം ഉണ്ടായിരുന്നു. ആ വാക്യം അറിയാമോ? ഇല്ല. ഓ ഹന്ന, കുഴപ്പമില്ല, നല്ല രീതിയിൽ ഹന്ന തീം പറഞ്ഞില്ലേ? ഞാൻ വാക്യം പറഞ്ഞു കൊടുത്തില്ലായിരുന്നു കേട്ടോ, എൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക്. അപ്പം ഞാൻ വാക്യം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ. യെസ്, കൂട്ടുകാരെല്ലാവരും കണ്ടതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ, ഇന്നത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. ഇങ്ങനെയാണ് വാക്യം. ഞാൻ ഒന്ന് പറഞ്ഞു തരാം, കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുവോ? ഓക്കെ, പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. ഓക്കെ, നല്ല വെരി ഗുഡ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വാക്യം പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്യാം, നിങ്ങളും കൂടെ ക്ലാപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ തീം എന്തായിരുന്നു? Listen and learn. യെസ്, ലിസൺ ആൻഡ് ലേൺ. ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു ഹന്നയോട്, ഹന്നയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, വേറെ ആരായിരുന്നു? അപ്പച്ചനും അമ്മച്ചി. അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറയുന്നത് ഹന്ന കേൾക്കാറുണ്ടോ? അനുസരിക്കാറുണ്ടോ? അതോ പപ്പയാണോ വടിയെടുക്കുന്നത്, മമ്മിയാണോ വടിയെടുക്കുന്നത്? എല്ലാവരും ചിലപ്പോഴൊക്കെ പാടി. ഓഹ്, എല്ലാവരും ചിലപ്പോഴൊക്കെ വടിയെടുക്കാറുണ്ടല്ലേ? എന്നിട്ട് അടി കിട്ടാറുണ്ടോ? ഇല്ല. ആർക്കാ എന്നിട്ട് അടി കിട്ടുന്നത്? ചേച്ചി. ഓഹ്, ചേച്ചിക്ക്. നമ്മുടെയൊക്കെ നാട്ടിലെ സ്ഥിരം പോലെ തന്നെ ചേച്ചി അനിയത്തിയും കൂടെ അടി ഉണ്ടാക്കും. അവസാനം ആർക്ക് അടി കിട്ടുന്നത്? ചേച്ചിക്ക്. രണ്ടുപേരുടെ തമ്മിൽ അടി ഉണ്ടാക്കുവോ? ചേച്ചിയുടെ പേരെന്നാ? ചിലപ്പോഴൊക്കെ ജോവാന. ജോവാനയും ഹന്നയും കൂടെ അടി ഉണ്ടാക്കുവോ? ചിലപ്പോഴൊക്കെ അടി ഉണ്ടാക്കും. അടി ഉണ്ടാക്കിയിട്ട് ആരാ ആദ്യം ജയിക്കുന്നേ? ജയിക്കുന്നത് ഹന്നയും, പാവം അടി കിട്ടുന്നത് ചേച്ചി ജോവാനയ്ക്കുമാണ് കേട്ടോ. സാരമില്ല, ജോവാന ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത് അതൊന്നും അല്ല. നമ്മുടെ തീം എന്തായിരുന്നു? ലിസൺ ആൻഡ്
അല്ലേ? പപ്പയും മമ്മിയും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറില്ലേ? ഹന്ന ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തോണ്ട് വന്നേന്ന് പറയുന്ന ഉടനെ ഹന്ന അമ്മച്ചി അവിടെ ഒന്നിരുന്നേ, ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുക, കാർട്ടൂൺ കാണുക എന്ന് പറയുവോ? ഇല്ല. അപ്പൊ വെള്ളം എടുത്തോണ്ട് പോവോ? യെസ്, വെള്ളം എടുത്തോണ്ട് കൊടുക്കും. നല്ല കൂട്ടുകാരിയാ കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഇത് പറയുമ്പോ തന്നെ അമ്മ അടുക്കള ഇരുന്നോണ്ട് പറഞ്ഞിട്ടുണ്ട്, കേക്കടാ കേക്കത്, നിങ്ങളെ കുറിച്ചാ പറയുന്നത്. ആ കൊച്ചു 3 ബിയിൽ പഠിക്കുന്ന കൊച്ചു വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്, നീയൊക്കെ ഞാൻ പറഞ്ഞ വെള്ളം എടുത്ത് തരും. എനിക്കറിയാം, അവിടെ നിന്ന് പറയുന്നില്ലേ? ഓക്കെ, കണ്ടോ, നമ്മുടെ കൂട്ടുകാർ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നന്നായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയാമോ? ലിസൺ ആൻഡ് ലേൺ. നമ്മൾ കേൾക്കുക മാത്രമാണോ വേണ്ടുന്നത്? അല്ല, അനുസരിക്കുകയും കൂടെ ചെയ്യണം. നമ്മുടെ ഈ ബൈബിളില് ശമൂവേൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അറിയാവോ? അറിയാം. ശമൂവേലിന്റെ അമ്മയുടെ പേരെന്നാന്നറിയാമോ? മോക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരാളാ, ഹന്ന. ആ ഹന്നയാണോ ഈ ഹന്ന? അല്ല, ഹന്നയാണ്. നമ്മളൊരു പാട്ട് പാടാറില്ലേ? ഹന്ന കരഞ്ഞത് കേട്ടു ശമൂവേൽ ബാലനെ നൽകി എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലേ, പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പം ഹന്ന ദൈവസന്നിധി കരഞ്ഞ് ദൈവം കൊടുത്ത ഒരു ബാലനാണ് ശമൂവേൽ. ഈ ശമൂവേൽ ബാലനെ വളർന്ന് വലിയ ആയിരുന്നപ്പം നമ്മൾക്ക് ഈ ശമൂവേൽ പുസ്തകത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു കഥയുണ്ട്. ആ കഥയ്ക്ക് ദൈവം വിളിച്ചപ്പോൾ വളരെ കൃത്യതയോടെ കേട്ടിരുന്നിട്ട് അടിയനിതാ എന്ന് പറഞ്ഞ ഒരു കഥ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ടോ? ആ കഥ സൺഡേ സ്കൂളിന് ഉണ്ട്. ഇനി ഞാൻ ചോദിച്ചത് കൊണ്ട് കേട്ടെന്ന് തലകുലിക്കിയതാണോ അതറിയാവോ? ഓക്കെ, ഇനി എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് നമ്മൾ അനുസരിക്കുകയും കൂടെ വേണം. നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, ചർച്ചിൽ നമ്മുടെ പാസ്റ്റർ അങ്കിളും ഉണ്ട്, പാസ്റ്റർ ആൻറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, നമ്മൾക്ക് മുതിർന്നവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? ഹന്നയുടെ വീട്ടിൽ ഹന്നയുടെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. അപ്പം ഇവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുക മാത്രമല്ല, അനുസരിക്കുകയും കൂടെ വേണം, ചെയ്യണം. നമ്മൾ ഇന്ന് പറഞ്ഞ വാക്യം എന്തായിരുന്നു? പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക എന്നല്ലേ? അതിലെന്താ പറയുന്നത്? പിന്നീട് നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ നല്ല കുഞ്ഞുങ്ങളാകേണ്ടതിന്, നമ്മൾ ജ്ഞാനിയാകേണ്ടതിന് നമ്മൾ ഈ പ്രബോധനങ്ങളൊക്കെ കേട്ട് അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ആയി തീരണമെന്ന് പറയും അല്ലേ? നമ്മൾ അങ്ങനെയാണ് വാക്യം കേട്ടത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയാറുണ്ട്, വലിയ ആൾക്കാരായി ചെറുപ്പത്തിൽ കുറേ അടിയൊക്കെ കൊണ്ട് സ്കൂളിൽ നിന്നും പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ നിന്നൊക്കെ കുറേ അടിയൊക്കെ കൊണ്ടിട്ട് വലുതായവർ പറയുന്ന ഒരു ടെസ്റ്റിമണി പോലെ, അല്ല അവരുടെ ഒരു മോട്ടിവേഷണൽ പോലെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്ര അടി കൊണ്ടത് കൊണ്ടാണിന്ന് നന്നായതെന്ന് അല്ലേ? ഞാൻ പറയും കേട്ടോ, ഞാൻ ഒത്തിരി അടി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര അടി കൊണ്ടത് കൊണ്ടാണ് നന്നായി എന്ന് പറയും. അതുപോലെയാണ് നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കണം. എന്നിട്ട് നമ്മളത് അവിടെ മറക്കുകയാണോ വേണ്ടുന്നത്? അല്ല, അതനുസരിക്കുകയും അത് അപ്പം അനുസരിച്ചിട്ട് നമ്മൾ കളയുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അത് തന്നെ നമ്മൾ ചെയ്യുകയും വേണം. നമ്മൾക്ക് ചെറുപ്രായം തൊട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുസരിക്കണം, അത് നമ്മൾ മുൻപോട്ട് ഫോളോ ചെയ്യണം. ഇതുപോലെയാണ് ദൈവവചനം പറയുന്നത്. ദൈവസന്നിധി നമ്മൾ ദൈവവചനം നമുക്ക് ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ട്. ബൈബിളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അനുസരിക്കണം, നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യണം. പാസ്റ്റർമാർ പറയുന്നതും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പറയുന്നതും പാരൻസ് പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതും ഒക്കെ ഈ ചെവിയെ കൂടെ കേട്ട് ഈ ചെവിയെ കൂടെ കളയുന്നവരല്ല. പക്ഷെ അതെല്ലാം നമ്മൾ കേട്ട് അതൊക്കെ ഫോളോ ചെയ്ത് അനുസരിക്കുന്നവരാകണം അല്ലേ? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ തീമും വാക്യമൊക്കെ? അന്നെ അങ്ങ് ചിരിച്ച് അങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ കിഡ്സച്ചും ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഈ ഒരു വേഴ്സ് അന്വേഷണം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? കൂട്ടുകാരോട് പറഞ്ഞേ, നിങ്ങൾ നല്ല പപ്പയും മമ്മിയും ഒക്കെ പറയുന്നവർ അനുസരിക്കണം എന്ന് പറഞ്ഞേ, കൂട്ടുകാരോട് പറഞ്ഞേ. ഇനിയും തൊട്ട് അപ്പയും അമ്മയും പറയുന്ന എല്ലാം അനുസരിക്കും. അപ്പയും അമ്മയും പറയുന്ന എല്ലാം അനുസരിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ അടി ഇട്ടിട്ട് ജയിച്ചിട്ട് ചേച്ചിമാർക്ക് അടി വാങ്ങിച്ചൊന്നും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒന്നും അടി വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. അതൊക്കെ പോട്ടെ. എങ്കിലും നമ്മുടെ ഹന്നക്കുട്ടി നല്ല മിടുക്കിയായിട്ട് ഇന്ന് ഞാൻ ചോദിച്ചതിനൊക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്തു. മാത്രമല്ല അവരുടെ അപ്പച്ചനും അമ്മച്ചിയും പാരൻസും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ടല്ലേ? അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അപ്പം എല്ലാ കുഞ്ഞുങ്ങളെ യേശുപ്പച്ചൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ടതുപോലെ ലിസൺ ആൻഡ് ലേൺ. നമ്മൾക്ക് കേൾക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മൾ അനുസരിക്കുന്നവരും കൂടെ ആയിത്തീരണം. അപ്പം നമുക്ക് പോയാലോ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. എല്ലാവർക്കും തീമും വാക്യമൊക്കെ മനസ്സിലായോ? ഇനി കിഡ്സ് ചർച്ചിൽ പ്രൈസ് ടൈം ആണ്. നമുക്ക് വേണ്ടി 3 പേര് കാത്തിരിക്കുക.
സൗമ്യ ചേച്ചി, ബെവിന ചാച്ചൻ, അരുണ ചാച്ചൻ. അപ്പോൾ നമുക്ക് പോയാലോ? ഓവർ ടു ഫ്രീസ് ടൈം. പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരെല്ലാം ഈ പാട്ട് കേട്ട് ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അച്ചാച്ചൻ നിങ്ങളെല്ലാം റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും അവിടെ ഉണ്ടല്ലോ? ആ ഓക്കെ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരുന്നു. കൈയൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെച്ചു. ഞാൻ വിളിക്കാൻ പോവാണ്. ജീസസ് ലാംസ്, ആർ യു റെഡി? യെസ്. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാട്ട്? ഇഷ്ടപ്പെട്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പം ഇന്ന് എൻ്റെ കൂടെ പാട്ട് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു കൊച്ചു കൂട്ടുകാരുടെ ഉണ്ട് അല്ലേ? കൊച്ചു കൂട്ടുകാരി ഒന്ന് നോക്കിയേ, ആ മുഖത്തേക്ക് നോക്കി, എന്തൊരു അല്ലേ, ഇങ്ങനെ ക്യൂട്ടല്ലേ? ഓക്കെ. അപ്പം ഈ കൊച്ചു കുട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പലരും പവർ വിഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ട്. വലിയ പാട്ടുകാരിയാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് നിങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇന്ന് ഈ കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടിയുടെ പേരറിയാവോ?
ഒന്ന് ചോദിച്ചേ, ഉറക്കെ ചോദിച്ചേ. ആ, എന്താ കൂട്ടുകാരുടെ പേര്? സൗമ്യ. ആ, നമ്മുടെ കൂട്ടുകാരുടെ പേരാണ് സൗമ്യ. ഇന്ന് നമ്മുടെ സൗമ്യ ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ചേച്ചിയാണ് നമുക്ക് ഇന്ന് പാട്ടൊക്കെ പഠിപ്പിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള, നിങ്ങൾക്കെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കുമല്ലേ ചിലപ്പോൾ. നമ്മുടെ ഫേവറേറ്റായ നമ്മുടെ അരനച്ചാച്ചനും നമ്മുടെ കൂടെയുണ്ട് കീബോർഡ് വായിക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടായിരിക്കും, അല്ലേ ചേച്ചി? നമുക്ക് പക്ഷേ ഈ പാട്ടിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. അത് കഴിഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്, ഈ എളിയവർ നിലവിളിച്ചു യഹോവ അത് കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നമ്മുടെ തീം എന്തായിരുന്നു ചേച്ചി? ലിസൺ ആൻഡ് ലേൺ. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയുള്ള വാക്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മളിന്ന് ആരെക്കുറിച്ചായിരുന്നു പഠിച്ചത്? ശമൂവേൽ ബാലനെ പറ്റിയിട്ട്. അതെല്ലാം കൂട്ടുകാരൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ചില കൂട്ടുകാരൊക്കെ കൈയൊക്കെ പൊക്കിയാണ് പറയുന്നത്, ഞങ്ങൾക്കെല്ലാം കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ശമൂവേൽ ബാലനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അല്ലേ, ശമൂവേൽ ബാലന് ഒരു പക്ഷേ അവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങായിരുന്നു. പല എന്താ പറയുക, പല സാഹചര്യങ്ങളുമാണ് സുഖമായിട്ട് കിടന്നുറക്കാമായിരുന്നു, ഏലി പുരോഹിതൻ്റെ മക്കളെ പോലെ തന്നെ. പക്ഷേ അതൊന്നും കേൾക്കാതെ അവൻ കേട്ട ശബ്ദത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചു. അതെന്താ കേട്ടത്? ആ കേട്ടതിന് വേണ്ടി അവൻ പ്രവർത്തിക്കും, അത് ലൈഫിൽ പ്രാവർത്തികമാക്കാൻ കൊച്ചു പ്രായത്തിൽ തന്നെ. ഞാനായിരുന്നു കിടന്നുറങ്ങിയത്, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അവിടെ നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷം. പക്ഷേ ശമൂവേൽ ബാലൻ എങ്ങനെയായിരുന്നു? നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴും അവൻ്റെ ദൈവത്തിന് വേണ്ടി ശബ്ദം കേൾക്കാൻ വേണ്ടി തൻ്റെ ചെവികളെ തുറന്നു വെച്ചു. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ഒരു പക്ഷേ അത് ആ തീരുമാനങ്ങൾ ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാവാം. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ പേര് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലേ? ചേച്ചിയുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ റോൾ മോഡൽസ് ഒക്കെ ആക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പേരൻസ് നമ്മൾ മനുഷ്യരെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കുന്നത്. ഒരു പക്ഷേ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സിനെ ആയിരിക്കാം. അങ്ങനെ പലരെയും നമ്മളിങ്ങനെ റോൾ മോഡൽസ് ആക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ ചില സമയങ്ങളിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചാൽ അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ നമ്മൾ റോൾ മോഡലാക്കിയ ആൾക്കാരല്ല ഇങ്ങനെ സംഭവിച്ചത്. അപ്പം മനുഷ്യർക്ക് തെറ്റ് പറ്റാം. പക്ഷേ എത്ര തെറ്റ് മനുഷ്യനുണ്ടായാലും ഒരാൾക്ക് മാത്രം എന്നും അങ്ങനെ തന്നെ നിൽക്കും, അല്ലേ? ഒരിക്കലും ഒരു തെറ്റ് പറ്റാതെ, ഒരിക്കലും ഒരു വീഴ്ച പറ്റാതെ നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ. ഒരാളുടെ വാക്ക് മാത്രം നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ആർക്കറിയാമോ? ആരാന്നറിയാമോ? നമ്മുടെ യേശുപ്പച്ചൻ ഈ ഭൂമി വന്നപ്പോൾ തെറ്റ് ചെയ്യാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വീഴാതെ യേശുപ്പച്ചൻ സത്യത്തിലും നന്മയിലും നല്ല വഴിയിലും മാത്രം നടന്നു. ആ വഴി നടന്നതുകൊണ്ട് നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാനുണ്ടെങ്കിൽ അത് യേശുപ്പച്ചൻ്റെ മാത്രമേ ഉള്ളൂ. ആ യേശുപ്പച്ചൻ്റെ വാക്കുകൾ കേട്ട് മാത്രം നമുക്ക് മുൻപോട്ട് പോകാം. ആ വാക്കുകൾ കേട്ട്, അല്ലേ? പലപ്പോഴും ബൈബിളിൽ മുഴുവൻ കാണുന്ന അങ്ങനെയാണ്, അല്ലേ? ഇപ്പം യേശുപ്പച്ചൻ്റെ ശിഷ്യന്മാരാണെങ്കിലും പത്രോസ് അവർക്കൊക്കെ ആണെങ്കിലും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അവർക്ക് നേട്ടങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ ഒരാളെ മാത്രം അനുഗമിച്ചതും യേശുപ്പച്ചനെ മാത്രമാണ്. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് പത്രോസ് നമുക്കെല്ലാം അറിയാം. യേശുപ്പച്ചൻ്റെ ശിഷ്യനായ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ പത്രോസ്, അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു. പക്ഷേ അവൻ യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി സ്വന്തം ജോലി, വള്ളവും വലയും എല്ലാം വിട്ടിട്ട് യേശുപ്പച്ചൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് യേശുപ്പച്ചൻ്റെ പാതയെ പിന്തുടർന്നതാണ് പത്രോസ്. പക്ഷെ അതുകൊണ്ട് എന്താ, അവൻ ഇന്നും പ്രസംഗവേദികളിലും നമ്മൾ പഠനമുറികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട് പത്രോസിനെ ദൈവം മാറ്റി. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ അനുഭവങ്ങളായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ എത്ര വലിയ തീരുമാനങ്ങളായിക്കോട്ടെ, നമുക്ക് ഫോളോ ചെയ്യാനും നമുക്ക് ലിസൺ ചെയ്യാനും നമുക്ക് ഒബേ ചെയ്യാനും പറ്റിയ ഒരൊറ്റ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ യേശുപ്പച്ചൻ മാത്രമാണ്. അതാണ് നമ്മുടെ പാട്ടിൽ നമ്മൾ പാടിയത്. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്തെ, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഒരുപക്ഷെ നിങ്ങളും നാളുകളിൽ ഈ യേശുപ്പച്ചൻ അനുഗമിച്ചാൽ യേശുപ്പച്ചൻ നിങ്ങളെ ഒരിക്കൽ ഉറപ്പായിട്ടും നിങ്ങളെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിങ്ങളെ എത്തിച്ചിരിക്കും. ഉറപ്പാണ്, ഇത് ഞങ്ങളുടെ അനുഭവമാണ്, അല്ലേ? ചേച്ചിയൊക്കെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ കാരണം യേശുപ്പച്ചനാണ്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ നിൽക്കുവാൻ കാരണം യേശുപ്പച്ചനാണ്. ഈ കേൾക്കുന്ന കുഞ്ഞു കുട്ടികൾ എല്ലാം ഇങ്ങനെ നിൽക്കുവാൻ കാരണം യേശുപ്പച്ചൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നമുക്ക് ഒരിക്കൽ കൂടെ ആ പാട്ട് പാടാം. നോക്കിയവർ പ്രകാശിതനായ യേശുവിൻ തിരുമുഖത്ത്.
നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാട്ടുകളൊക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പാട്ടൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ചർച്ചിലും നിങ്ങളുടെ സ്കൂളുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോയി നന്നായിട്ട് ഇതൊക്കെ പാടി യേശുവപ്പച്ചനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഈ പാട്ടുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ റീൽസൊക്കെ കാണുന്നവരാണ്, ഞങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കൂട്ടുകാർക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇതൊന്നുകൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടാവുന്നതാണ്. പവർ വിഷൻ്റെ യൂട്യൂബ് ചാനലിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ക്യൂ ടൈം ആണ്. നമുക്ക് വേണ്ടി അക്സ ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒക്കെ കേട്ടാലോ? ഓവർ ടു ക്യൂ ടൈം. ഹലോ കൂട്ടുകാരെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ക്വസ്റ്റ്യൻ ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നി ചേച്ചി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഞങ്ങൾ അന്നേരം തന്നെ ഉത്തരം പറയാറുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അത്ര നിസ്സാരമാണ്, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് വിചാരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു രസമല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനം കേട്ടോ. നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സയൻറ്റിഫിക് പ്രൂഫൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഈസി ആയിട്ട് കൂട്ടുകാർക്ക് മറുപടി പറയുകയും ചെയ്യാം. എന്ന് മാത്രമല്ല, എന്താ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞങ്ങൾ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം അറിയാത്ത കൂട്ടുകാരൊട്ടും വിഷമിക്കേണ്ട. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പപ്പയോടും മമ്മിയോടൊക്കെ പറ, അമ്മേ ഇന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവില്ലേ എനിക്കറിയാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഇന്നത്തെ തീമുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെന്തുവാ ലിസൺ ആൻഡ് ലേൺ എന്നുള്ളതല്ലായിരുന്നു തീം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെക്കുറിച്ച് ഓൾറെഡി വേഴ്സ് ആൻഡ് വിഷനിൽ പറഞ്ഞു. ആരായിരുന്നു? ശമൂവേൽ ബാലൻ അല്ലേ. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ എത്രാമത്തെ വിളിയിലാണ്
അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞത്. ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ. ദൈവത്തിന്റെ എത്രാമത്തെ വിളിയിലാണ് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞത്? ശമൂവേലിനെ ദൈവം ഇങ്ങനെ വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പം എത്ര പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ശമൂവേൽ അതിനിങ്ങനെ മറുപടി പറഞ്ഞത്? അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞത്. അത് എത്രാമത്തെ വിളിയിലാണെന്നാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. പാസ്റ്റർമാർ പ്രസംഗിച്ചോ അല്ലെ സൺഡേ സ്കൂളിലൊക്കെ ശമൂവേലിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അറിയാവുന്ന കൂട്ടുകാർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, അറിയാത്ത കൂട്ടുകാർ എപ്പിസോഡിൻ്റെ അവസാനം വരെ വെയിറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ കിഡ്സ് ചർച്ചിൻ്റെ എല്ലാ സെഗ്മെൻറ്റ്സും എവിടെയുണ്ട്? പവർഷിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, OTT പ്ലാറ്റ്ഫോം, എല്ലാ സോഷ്യൽ മീഡിയയിലും പവർഷിൻ്റെ പേജസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും പ്രസംഗങ്ങളും നമ്മുടെ കിഡ്സിൻ്റെ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ ചോദ്യം ഭയങ്കര സിമ്പിളായിരുന്നു. എത്രാമത്തെ വിളിയിലാണ് അരുളി ചെയ്യണമേ, അടിയൻ ഇതാ എന്ന് ശമൂവേൽ പറഞ്ഞതെന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പം ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് കമൻറ്റ് ഇട്ടോ. ഓക്കെ, ദൈവം കൂട്ടുകാരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ബാക്കി സെഗ്മെന്റ്സ് മൊത്തം ഇരുന്ന് കാണണം കേട്ടോ. ബൈ. കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായോ? ഇപ്പരെ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർക്ക് കമന്റിൽ ഇടാം. അറിയാത്തവരാണെങ്കിൽ കിഡ്സ് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി. അടുത്തത് ഷൈൻ ടൈം ആണ്. നമുക്ക് വേണ്ടി 2 കൂട്ടുകാരികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പേര് നിൽഹ ആൻഡ് നിയോണ. എന്നാൽ നമുക്കതൊക്കെ വലിയൊരു സർപ്രൈസ് ആയിട്ട് എന്തോ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ എൻജോയ് ചെയ്താലോ? ഓവർ ടു ഷൈൻ ടൈം. ദൈവനാഥന് മഹത്വം. എൻ്റെ എല്ലാ പൗരുഷൻ കൂട്ടുകാർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേരാണ് നിൽഹ. ഇതെൻ്റെ സിസ്റ്ററാണ് നിയോണ. ഞങ്ങൾ ഇന്നിവിടെ ഒരു കൊച്ചു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. വിലയില്ലാത്തതിനെ വിലയുള്ളതാക്കി മാറ്റുന്ന ദൈവം. ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത് ഉപ്പ്. ഉപ്പിനെ കാണാൻ നല്ല മനോഹരമാണ്, പക്ഷെ ഉപ്പിന് നമ്മൾ അത്രയ്ക്ക് വില കൊടുക്കാറില്ല. ഉപ്പിന് കാരമുള്ളത് കൊണ്ടാണ് അതിന് മൂല്യമുള്ളത്. എന്നാൽ ഉപ്പിന് കാരം നഷ്ടപ്പെട്ടാൽ അതിന് മൂല്യമുണ്ടാവുകയില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, മത്തായി 5:13, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞ മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. പ്രിയ കൂട്ടുകാരെ, നാമും കാരമുള്ള ഉപ്പിനെ പോലെ രുചി വരുത്തുന്നവരായി തീരാം. യേശുപ്പച്ചൻ അറിയാത്ത കുറെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു മാതൃകയായി തീരാം, രുചി വരുത്തുന്നവരായി തീരാം. രണ്ടാമത് കടുക്. നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും ചെറിയ വസ്തുവാണ് കടുക്. കടുകിൻ്റെ ഉള്ളിലുള്ള വിത്ത് പൂർണ്ണതയുള്ളതാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും. പ്രിയ കൂട്ടുകാരെ, ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. മൂന്നാമത് ഗോതമ്പ്. വളരെ മനോഹരമായ നിറമാണ് ഗോതമ്പിന്. നോക്കൂ, ഈ ഗോതമ്പ് മണികൾ ഇങ്ങനെ ഇരിക്കും, കുപ്പിയിലിരിക്കുമ്പോൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ, ഒരു പ്രയോജനവുമില്ല. ഇതിനെ എങ്ങനെയാണ് ഇപ്പൊ പ്രയോജനപ്പെടുത്തുക? ഇത് ഗോതമ്പ് മണികൾ എടുത്തിട്ട് മണ്ണിലിട്ട് അതിന് നല്ല വെള്ളമൊഴിച്ച് അത് വെള്ളമൊഴിച്ച് പരിപാലിക്കുമ്പോഴാണ് അത് വളർന്ന് നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ വസ്തുവിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കും. ഒന്നാമതായി ഉപ്പിനെ പോലെ രുചി വരുത്തുന്നവരായിരിക്കണം. രണ്ടാമത്, നാം കടുകിൽ നിന്ന് പഠിച്ചത് പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണം. 3, നാം ഗോതമ്പിൽ നിന്ന് എന്താണ് പഠിച്ചത്? നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കും. പ്രിയ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ദൈവത്തിനായി പ്രയോജനപ്പെടാം. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഷൈൻ ടൈം ഇഷ്ടപ്പെട്ടോ? ഉപ്പും കടുകും ഗോതമ്പും വെച്ചിട്ടുള്ള ആ ഒരു ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്തത് നമ്മളെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കാനായി ജിൻസി ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിനെ വെൽക്കം ചെയ്താലോ? ഓവർ ടു ലേൺ ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
കിഡ്സ് ചർച്ചിന്റെ ലേണിംഗ് ടൈമിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഈ ചേച്ചിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണോ എല്ലാവരും ചിന്തിക്കുന്നേ? അതെ, എൻ്റെ പേര് ജിൻസി എന്നാണ്. ഞാൻ മാവേലിക്കര എന്നാണ് വരുന്നത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുവേ. ഇന്നത്തെ കിഡ്സ് ചർച്ചിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? പുതിയ പാട്ടുകളൊക്കെ പഠിച്ചു, തീം പഠിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നാ നമ്മൾ യേശുപ്പച്ചന്റെ വചനങ്ങളും പാട്ടുകളും ഒക്കെ പഠിച്ചു. എന്നാ അത് മാത്രം മതിയോ? അല്ല, നമുക്ക് പുതിയ കാര്യങ്ങളും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതോ എല്ലാവരും മറന്നുപോയോ? ഓർത്ത മക്കളൊക്കെ ഒന്ന് ഓർത്തേ, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്നാൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ചേച്ചി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ കയ്യിലാണോ ഈ സൂക്ഷിച്ചു നോക്കുന്നത്? ഇതെന്താണെന്നാണോ? നമുക്ക് തുറന്നു നോക്കാം. കൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിതല്ലേ? എന്താ ഇത്? ക്രയോൺസ്. ഈ ക്രയോൺസ് ഉപയോഗിക്കാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഡ്രോയിങ് ക്ലാസ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആണ് ഈ ക്രയോൺസ്. എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? എഴുതാനും വരയ്ക്കാനും അതുപോലെ തന്നെ വരച്ച ചിത്രങ്ങൾക്കൊക്കെ കളർ കൊടുക്കാനുമാണ് നമ്മൾ ഈ ക്രയോൺസ് ഉപയോഗിക്കുന്നത് അല്ലേ? ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുക, ഇത് എൻ്റെ കൈ കിട്ടുമോ എന്നാണോ? മാതാപിതാക്കളുടെ അടുത്ത് ചോദിച്ചാൽ പറയും, എന്റെ മോൻ ബുക്കിലൊന്നും അല്ല വരയ്ക്കുക, മറിച്ച് ഞങ്ങളുടെ ഭിത്തിയിൽ മൊത്തം ക്രയോൺസ് കൊണ്ട് പടം വരച്ചിരിക്കുകയാണെന്ന് പറയും. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ പടം വരയ്ക്കാൻ? എന്നാ ഇത് എങ്ങനെയാ ഉണ്ടായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ക്രയോൺസ് വെച്ച് നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഇതെങ്ങനായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇത് ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പണ്ട് ഒരേ ഒരു നിറം മാത്രമേ ഈ ക്രയോൺസിന് ഉണ്ടായിരുന്നുള്ളൂ. അത് കറുപ്പ് നിറമായിരുന്നു. ചാർക്കോളും എണ്ണയും ചേർത്ത മിശ്രിതത്തിലേക്ക് മെഴുക് ചേർത്താണ് ക്രയോൺസിന്റെ ആദ്യ രൂപം ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ ഈ ക്രയോൺസിനകത്ത് ഒരു നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കറുപ്പായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ക്രയോൺസ് എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ 2 കസിൻസ് ആയ എഡ്വിൻ ബെന്നിയും ഹെറോൾഡ് സ്മിത്തും എന്ന് പറയുന്ന 2 പേര് ഒരു കമ്പനി നടത്തി വരികയായിരുന്നു. അവര് പെയിന്റിന്റെ പിഗ്മെന്റുകൾ വിൽക്കുന്ന കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവര് 1900 പെൻസില് കണ്ടുപിടിച്ചു. ടീച്ചേഴ്സിന് എഴുതാൻ വേണ്ടി പൊടിയില്ലാത്ത ചോക്ക് എന്ന ആശയമായിട്ടാണ് ഇവര് പെൻസിൽ ഉൽപ്പാദിപ്പിച്ചത്. ഈ പെൻസിലുമായി ഇവർ പല സ്കൂളുകളിൽ പോയി ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ടീച്ചേഴ്സിന് മാത്രമല്ല കുട്ടികൾക്കും എഴുതാനും വരയ്ക്കാനും സുരക്ഷിതമായ ഒരു ഉപകരണം അത്യാവശ്യമാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ക്രയോൺസ് നിർമ്മിച്ചെടുത്തത്. അവരാണ് ആദ്യത്തെ ക്രയോൺസ് പുറത്തിറക്കിയത്. അന്ന് വെറും 8 നിറം മാത്രമായിരുന്നു ക്രയോൺസിന് ഉണ്ടായിരുന്നത്. ഏതൊക്കെ നിറങ്ങളാണെന്ന് അറിയാമോ? നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ബ്ലാക്ക്, ബ്ലൂ, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ ആൻഡ് വയലറ്റ്. ഈ നിറങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 8 കളേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തുടർന്ന് നിരവധി കളറുകൾ ചേർക്കുകയും ചെയ്തു. എന്നാൽ അത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇത് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ത് വെച്ചിട്ടായിരിക്കും ഈ ക്രയോൺസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്? നമുക്ക് അതും കൂടി നോക്കാം. ക്രയോൺസ് ഉണ്ടാക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രോഡക്റ്റ് ആയ പാരാഫിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. കൂട്ടുകാർ ആരെങ്കിലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ചില കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഈ പാരാഫിൻ എന്ന് പറയുന്ന വെളുത്ത മെഴുകു പോലെ കട്ടിയുള്ള ഒരു വസ്തുവാണ്. ഇതിലേക്ക് നിറയെ നിറങ്ങളും മറ്റ് ചേരുവകളും ചേർത്താണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രയോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡ്രോയിങ് ക്ലാസ്സിൽ ക്രയോൺസ് വെച്ച് കളർ അടിക്കുമ്പോൾ ഈ കഥകളെല്ലാം നിങ്ങൾ ഓർക്കണം. എന്തൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ചത്? ഇത് ഉണ്ടാക്കിയത് ആരാണെന്നല്ലേ? 2 പേരായിരുന്നു. ആരൊക്കെയായിരുന്നു? ബെന്നി ആൻഡ് സ്മിത്ത്. ഇവരാണ് ക്രയോൺസ് കണ്ടുപിടിച്ചത്. ഇത് ഏതിൽ നിന്നായിരുന്നു ഉണ്ടാക്കിയത്? പാരാഫിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചായിരുന്നു. ഈ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർക്ക് ഇതിന് നേരത്തെ അറിയാമായിരുന്നോ? അറിയില്ലല്ലേ? ചിലർക്കൊക്കെ അറിയാമായിരുന്നു. ഇത് അറിയാത്ത ഒരുപാട് കൂട്ടുകാർ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ എടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാത്രമല്ല, വരുന്ന ആഴ്ചകളിലും നിറയെ അച്ചാച്ചമാരും ചേച്ചിമാരും പുതിയ പുതിയ അറിവുകളായിട്ട് നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ലേൺ ടൈം ഇഷ്ടപ്പെട്ടോ? ക്രയോൺസിനെ കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമുക്ക് ജിൻസി ചേച്ചിക്ക് ഒരു താങ്ക് യു പറഞ്ഞാലോ? താങ്ക് യു ജിൻസി ചേച്ചി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫൺ ടൈം ആണല്ലോ. ഫൺ ടൈമിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ജിൻസി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിനെ വെൽക്കം ചെയ്താലോ? ഓവർ ടു ഫൺ ടൈം. ഹായ് കൂട്ടുകാരെ, ഫൺ ടൈമിലേക്ക്
എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്ന് ചേച്ചി നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കെല്ലാം സന്തോഷമായിട്ട് ഇത് ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരിക്കണേ. അപ്പൊ എല്ലാവരും തയ്യാറാണോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലേ? ചേച്ചി ഇന്ന് ചെയ്യുന്നത് ഒരു ക്വിസ് ആണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പം അറിയാവുന്നവരൊക്കെ എന്താണ് വേഗത്തിൽ തന്നെ എന്താണ് പെട്ടെന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും തയ്യാറാണോ? അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയാവുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ചേച്ചി ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കമന്റ് സെക്ഷനിൽ പെട്ടെന്ന് തന്നെ കമന്റ് ഇടണേ. നമുക്ക് തുടങ്ങാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ആരുടേതാണെന്നാണ് ആദ്യം വിചാരിച്ചത്? ചേച്ചി ഒന്നുകൂടെ പറയാം. ബാലനായ ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ആരുടേതാണെന്നാണ് ആദ്യം വിചാരിച്ചത്? കൂട്ടുകാർക്ക് ചോദ്യം മനസ്സിലായോ? കൂട്ടുകാരെല്ലാം കമന്റില് വേഗം ഇടുന്നുണ്ടല്ലോ. മിടുക്കരാണല്ലോ എല്ലാവരും. റൈറ്റ് ആൻസർ ഏലി പുരോഹിതൻ. ചില കൂട്ടുകാരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് കടന്നാലോ? എല്ലാവരും റെഡിയാണോ? രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. യേശുവിന്റെ വചനം കേൾക്കാൻ അവിടുത്തെ പാദത്തെങ്കിലിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ സൺഡേ സ്കൂളിനും അതുപോലെ തന്നെ നമ്മുടെ YP മീറ്റിനൊക്കെ നമ്മുടെ ചർച്ച് പാസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവോ ആരാണെന്ന്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? യേശുവിന്റെ വചനം കേൾക്കാൻ അവിടുത്തെ പാദത്തെങ്കിലിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതാരാണ്? കുറേ കൂട്ടുകാര് ഇങ്ങനെ കമന്റ് സെക്ഷനിൽ അയക്കുന്നുണ്ട്. ചേച്ചി അതിന്റെ ആൻസർ പറയട്ടെ. മറിയ. അപ്പൊ കൂട്ടുകാരെല്ലാരും ഭയങ്കര താല്പര്യമാണല്ലോ. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ കമന്റ് ഒക്കെ അയക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തന്റെ ആടുകൾ തന്റെ ശബ്ദം അറിയുന്നുവെന്നും അവ തന്നെ അനുഗമിക്കുന്നുവെന്നും പറഞ്ഞത് ആരാണ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതും പ്രിയപ്പെട്ട ഒരാളാണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? തന്റെ ആടുകൾ തന്റെ ശബ്ദം അറിയുന്നുവെന്നും അവ തന്നെ അനുഗമിക്കുന്നുവെന്നും പറഞ്ഞത് ആരാണ്? കുറേ കൂട്ടുകാര് കുറേ കമന്റ് വരുന്നുണ്ടല്ലേ. നമ്മുടെ യേശുപ്പച്ചൻ. അപ്പൊ യേശുപ്പച്ചന്റെ പേര് പറയാതെ ആരുടെ പേര് പറയാനല്ലേ? അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ചേച്ചി പറയുന്നത്? അപ്പൊ കൂട്ടുകാരെ, ഇപ്പൊ ചേച്ചി ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചില്ലേ? ചേച്ചി ഭയങ്കര സ്പീഡാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ച് പതുക്കെ നമുക്ക് ചോദിക്കാമേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാവേ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ വളരുന്ന ഒരു ഗുണമുണ്ട്. അത് ഏതാണെന്നൊന്ന് പറയാവോ? ഒന്നുകൂടെ ചോദിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ വളരുന്ന ഗുണം എന്താണ്? പല കൂട്ടുകാരും പല കമന്റ്സ് ആണ് കേട്ടോ ഇടുന്നത്. അപ്പം ഉത്തരം അറിയാമോ ആർക്കേലും? കുറെ പേരൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. വിശ്വാസമാണ്. വിശ്വാസം എന്നത് നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? നമ്മുടെ യേശുപ്പച്ചനല്ലേ. വചനത്തിൽ ഒട്ടനവധി ആൾക്കാരുടെ കാര്യം, ഇപ്പം അബ്രഹാം പിതാവ് മുതൽ ഒട്ടനവധി ആൾക്കാരുടെ കാര്യങ്ങൾ വിശ്വാസത്തിലൂടെ നമ്മുടെ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലേ. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ അധ്യാപകര് അല്ലേ, നമ്മുടെ കൂട്ടുകാര്, അവരിപ്പോൾ നമ്മളോടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വിശ്വാസത്തിലൂടെ എന്താണ് ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ കാര്യം നേടാൻ സഹായിക്കും അല്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ പരീക്ഷാ ദിനങ്ങളാണല്ലേ. ആ പരീക്ഷാ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രയാസമേറിയ കുറേയധികം വിഷയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ എനിക്കത് പറ്റത്തില്ല, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. പക്ഷേ എനിക്ക് എൻ്റെ യേശുപ്പച്ചനുണ്ട്, എനിക്ക് എൻ്റെ യേശുപ്പച്ചൻ വിജയം തരുമെന്ന് മനസ്സിൽ വിചാരിച്ച് ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി പരീക്ഷ എഴുതിയ യേശുപ്പച്ചൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം തരും. നിങ്ങൾ എല്ലാവരും വിശ്വാസത്തോടെ മുന്നോട്ട് പോവോ? വെരി ഗുഡ്. അപ്പൊ എല്ലാവരും വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? നിങ്ങളെല്ലാവരും ഇൻട്രസ്റ്റഡ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം വല വീശിയപ്പോൾ ധാരാളം മീനുകളെ ലഭിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആരാണ്? യേശുപ്പച്ചന് എത്ര ശിഷ്യന്മാരുണ്ട്? 12 ശിഷ്യന്മാരുണ്ടല്ലേ. ആ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അത്. ആരാണെന്ന് മനസ്സിലായോ? ചേച്ചി ഒന്നും കൂടെ പറയണല്ലേ. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം വല വീശിയപ്പോൾ
ധാരാളം മീനുകളെ ലഭിച്ച ശിഷ്യൻ ആരാണ്? കുറേ കൂട്ടുകാരൊക്കെ ഉത്തരങ്ങൾ ഇങ്ങനെ കമന്റ് സെക്ഷനിലോട്ട് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉത്തരം പറയട്ടെ. പത്രോസാണ് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട് വിശ്വാസത്തോടു കൂടി ആ വല വീശുവാനായിട്ട് ഇടയായത്. കൂട്ടുകാരെല്ലാവരും പത്രോസിനെ പോലെ യേശുപ്പച്ചൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അവൻ്റെ മുൻപാകെ പ്രാർത്ഥനയോടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് യേശുപ്പച്ചൻ നമുക്ക് തരും. അപ്പം നിങ്ങളെല്ലാവരും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക അല്ലേ? നിങ്ങളെല്ലാവരും മിടുക്കരാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് നമുക്ക് കിടക്കാം. നിങ്ങൾ മടുത്തോ? ഇല്ല അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് നമുക്ക് കിടക്കാം. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കത്തുന്ന മുൾപടർപ്പിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്തത് ആരാണ്? ഒന്നുകൂടെ പറയാം അല്ലേ? മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കത്തുന്ന മുൾപടർപ്പിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്തത് ആരാണ്? കുറെ പേരൊക്കെ യേശുവെന്നും മോശേന്നും ഒക്കെ കുറെ കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇതിൽ ആരാണ് നിന്നത്? കൂട്ടുകാർക്ക് പറയാമോ? ചേച്ചി പറയാം. റൈറ്റ് ആൻസർ മോശയാണ് കേട്ടോ. മോശയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മോശയ്ക്ക് കഴിവുകളൊന്നുമില്ലാതെ മോശയാണെങ്കിൽ യേശുപ്പച്ചനോട് പറഞ്ഞപ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുത്തല്ലേ? അതുപോലെ നമുക്കും ഒരുപാട് കുറവുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ? പക്ഷേ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ ഒപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നമുക്ക് എത്താൻ പറ്റുന്നില്ല ഉള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതൊന്നും വേണ്ട കേട്ടോ. നമ്മളെല്ലാവരും യേശുപ്പച്ചൻ്റെ മക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ യേശുപ്പച്ചൻ നമ്മൾ ഒരിക്കലും ഒരിടത്തും തലകുനിപ്പാനോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും ലജ്ജിപ്പാനോ നമ്മുടെ യേശുപ്പച്ചൻ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പം പക്ഷേ പോലെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. എല്ലാവരും പോവും അങ്ങനെ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിലോട്ട് കിടക്കാം. നല്ല ഇടയന്റെ ശബ്ദം ആർക്കാണ് തിരിച്ചറിയാൻ കഴിയുന്നത് മക്കളെ? നല്ല ഇടയന്റെ ശബ്ദം ആർക്കാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? നമ്മുടെ YP മീറ്റിങ്ങിനും സൺഡേ സ്കൂളിനും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? കുറേ പേരൊക്കെ പെട്ടെന്ന് കമന്റ് സെക്ഷനിലൂടെ അയക്കുന്നുണ്ടല്ലോ. ആടുകൾക്കാണല്ലേ യേശുപ്പച്ചന്റെ ശബ്ദം ആർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നമ്മളാകുന്ന ആടുകൾക്കാണ് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂട്ടുകാരെ, ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് ഈ ഫൺ ടൈം നിർത്താനായിട്ട് സമയമായി. അപ്പൊ എല്ലാവരും റെഡിയാണോ? അവസാനത്തെ ക്വസ്റ്റ്യൻ ചേച്ചി ചോദിക്കട്ടെ. എല്ലാവരും റെഡിയാണോ? അപ്പൊ പെട്ടെന്ന് തന്നെ ചേച്ചി ചോദിക്കുമ്പോഴത്തേനും കമന്റ് സെക്ഷനിൽ പെട്ടെന്ന് തന്നെ ഈ ആൻസർ വേഗത്തിൽ ഇടണം. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യാട്ടോ. ചേച്ചി ചോദിക്കുവാണേ. ദൈവം തന്നോട് കപ്പൽ പണിയാൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ട് അനുസരിച്ച് നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാരാണെന്നൊന്ന് പറയാമോ? ഒന്നുകൂടെ പറയണോ? ദൈവം തന്നോട് കപ്പൽ പണിയാൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ട് അതനുസരിക്കുകയും ചെയ്ത ഒരു നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ എല്ലാവരും പറഞ്ഞല്ലോ. നമ്മുടെ നോഹ അപ്പച്ചനാണ് ആ ഒരു നീതിമാനായിട്ടുള്ള മനുഷ്യൻ. അപ്പൊ എല്ലാ കൂട്ടുകാരും മിടുക്കന്മാരും മിടുക്കികളാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഫൺ ടൈം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത ദിവസം പുതിയൊരു ഫൺ ടൈമായിട്ട് ചേച്ചി നിങ്ങളുടെ മുന്നിൽ വരാം. അപ്പൊ എല്ലാവരെയും നമ്മുടെ യേശുപ്പച്ചൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടാറ്റാ. കൂട്ടുകാരെ, നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ഏതാ? നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് വേർഡ് ടൈം ആണ്. വേർഡ് ടൈമിൽ കഥകളും വാക്യങ്ങളും പറഞ്ഞു തരാനായി മേവിൻ അച്ചാച്ചൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അച്ചാച്ചനെ വെൽക്കം ചെയ്യണ്ടേ? ഓവർ ടു വേർഡ് ടൈം. പ്രൈസ് ലോർഡ്. യേശുപ്പച്ചൻ്റെ എല്ലാ സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും സ്നേഹവന്ദനം. നിങ്ങളുടെ ചിരിച്ച മുഖം കാണുമ്പോൾ അറിയാം നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അടിപൊളി പാട്ടുകൾ, അതുപോലെ ഫൺ ടൈം, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു എപ്പിസോഡായിരുന്നല്ലേ? അങ്ങനെയെങ്കിൽ തുടർന്നുള്ള നിമിഷങ്ങളിൽ വചനം ശ്രവിക്കാനായിട്ട് പോകുകയാണ്. നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പണിത് മുൻപോട്ട് കൊണ്ടുവരുന്ന എന്താണ്? വചനമാണ്. അങ്ങനെയെങ്കിൽ ആ വചനത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എല്ലാ കൂട്ടുകാരും പറഞ്ഞ ഉടനെ തന്നെ കൈവക്കി. എല്ലാവരും യേശുപ്പച്ചൻ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം ഇന്ന് നമ്മുടെ തീം ലിസൺ ആൻഡ് ലേൺ. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? കേൾക്കുക,
കാണുകയോ? അയ്യോ, കേൾക്കുക, അതുപോലെ തന്നെ പഠിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ലിസൺ ആൻഡ് ലേൺ, ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, അപ്പോൾ കേൾക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റും കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ? അല്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമുക്ക് ജ്ഞാനം ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാ കാര്യത്തെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കണോ? വേണ്ട. പിന്നെയോ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതായ, ഗ്രഹിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ അപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ അങ്ങനെ ഒരുക്കിയെടുക്കുക. അയ്യോ, ഇന്നെന്നോട് സംസാരിക്കണമേ, അങ്ങനെ ആഗ്രഹത്തോടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങളോട് സംസാരിക്കാനിടയായി തീരും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരുന്ന യേശുപ്പച്ച എന്നോട് സംസാരിക്കണമേ, അങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, യേശുപ്പച്ച നിങ്ങളെ തൊട്ട് നിങ്ങൾ സംസാരിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ആദ്യം ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് നാം എടുത്തിരിക്കുന്ന ഒരു വാക്യം അതിപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യമാണ്. ഇവിടെ പ്രകാരം കാണുന്നു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയും ഇല്ല. എത്ര കൂട്ടുകാർ ഈ വാക്യം കേട്ടിട്ടുണ്ട്? 1 2 3 3 4 കുഞ്ഞുങ്ങൾ മാത്രം. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ കേട്ടല്ലോ. ഇനി എത്ര പേര് കേട്ടു? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ ആടുകൾ, അതായത് കർത്താവിൻ്റെ ആടുകളുടെ പ്രത്യേകതയാണ് പറയുന്നത്. എൻ്റെ ആടുകൾ എന്ത് കേൾക്കുന്നു? എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. അതിൻ്റെ അർത്ഥം ഒരേ ഒരു അർത്ഥമേ അതിനുള്ളൂ. നമ്മൾ ആരുടെ സന്നിധിയിലാണ്? കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ കർത്താവിൻ്റെ ആടുകളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കും. അങ്ങനെയെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ കേൾക്കുക, പഠിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യം കേൾക്കണമോ? അല്ല. പിന്നെ ഇവിടെ നാം കേട്ടതുപോലെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുക മാത്രമല്ല, അതെന്ത് ചെയ്യണം? മനസ്സിൽ സൂക്ഷിക്കണം. നമ്മൾ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? പലതും കേൾക്കും, എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതൊന്നും മനസ്സിലാക്കാറില്ല. പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിക്കാറില്ല. പക്ഷെ ആവശ്യമില്ലാത്ത പല ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ നാം കാണുന്ന പോലെ ഇവിടെ കർത്താവ് പറയുന്നൊരു വാക്ക് ഒരാൾ കേട്ടെങ്കിൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ കേൾക്കുന്നെങ്കിൽ, എൻ്റെ ഒരു കൂട്ടുകാരി കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്ക് അവരെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരപ്പൻ കൈപിടിച്ച് നടത്തുന്ന പോലെ എന്ത് ചെയ്യും? നടത്തുവാനിടയായിത്തീരും. ഒരപ്പൻ കൈപിടിച്ച് നടത്തുന്ന പോലെ നടത്തുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേൾക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ അത് പഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വചനമൊക്കെ പഠിക്കുന്നോർത്ത് നോക്കിയേ, നമ്മുടെ ചില കൂട്ടുകാരൊക്കെ പപ്പയും മമ്മിയും രാവിലെ എഴുന്നേറ്റിട്ട് ബൈബിൾ വായിച്ചോടാം, നീ പഠിച്ചോടാം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ രാവിലെ എപ്പോഴും എഴുന്നേറ്റ് ബൈബിൾ പഠിക്കണം, എപ്പോഴും ബാക്കി കാണാതെ ചർച്ചയൊന്ന് പറയണം എന്നൊക്കെ പറയാറില്ലേ? എനിക്കറിയാം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പുറകോട്ട് തല വലിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അറിയാം. മിക്ക വീട്ടുകളിലും പപ്പയും അമ്മയൊക്കെ പറയാറുണ്ട്, എടാ വാക്യം പഠിക്കണം, ഞായറാഴ്ച സന്തോഷത്തോടെ നീ എഴുന്നേറ്റ് പറയേണ്ടതാ, നീ പേടിക്കരുത്, വാക്യമെല്ലാം തെറ്റിച്ചെന്നറിഞ്ഞാം, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ പഠിക്കുന്നതിന് പിൻപിൽ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, യേശുപ്പച്ച യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫിന് ഭയങ്കര തകർച്ചയിലൂടെ കടന്നുപോയെങ്കിലും യോസേഫിനെ മാനിച്ചല്ലോ എന്നൊരു വാക്ക് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തു മനസ്സിൽ വേണം? ഈ വചനം നമ്മുടെ മനസ്സിൽ വേണം. ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വിഷയങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഈ വാക്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റും. വാക്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത്, ദൈവമേ ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ, യോസേഫിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലയോ, മോശപ്പച്ചൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചില്ലയോ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലയോ, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ അറിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നാം കേട്ടതുപോലെ എൻ്റെ ആടുകൾ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? എൻ്റെ വാക്കുകൾ കേൾക്കത്തുള്ളൂ.
എൻ്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ആടായിരിക്കണം. അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് നോക്കുകയും നമ്മൾക്ക് ധൈര്യത്തോടെ, ഉറപ്പോടെ, വിശ്വാസത്തോടെ പറയാൻ പറ്റും. കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും 2 അടി പൊങ്ങിയിട്ട് പറഞ്ഞോണം, ഞങ്ങളെ യേശുപ്പച്ചൻ്റെ കുഞ്ഞാടുകളാ എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ യേശുപ്പച്ചൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങൾ മറ്റു കൂട്ടുകാരെ പോലൊന്നുമല്ല, ഞങ്ങൾ യേശുപ്പച്ചൻ്റെ കുഞ്ഞാടുകളാണ്. ഭയങ്കര ഒരു കുളിര് തോന്നില്ലയോ? യേശുപ്പച്ചൻ്റെ കുഞ്ഞാടുകളാണ് ഞങ്ങൾ. ആ കുഞ്ഞാടായതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റാരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല. എല്ലാവരും പറയും തോൽക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ യേശുപ്പച്ചൻ, അതായത് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നീ ജയിക്കും. നമ്മളൊരു പാട്ട് കേട്ടില്ലേ? യേശുയാഹൻ്റെ ഇടയനാകുന്നു, യേശുയാഹൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടില്ലയോ? നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഈ പാട്ട് പറഞ്ഞ പോലെ തന്നെ ഒന്നും വേണ്ട, നമ്മുടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യല്ലേ, നിങ്ങൾ ആദ്യം പഠിച്ച വാക്യമായിരിക്കല്ലേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതായത് നമുക്ക് മുൻപോട്ട് ഒരു തടസ്സവും കൂടാതെ വളരെ സന്തോഷത്തോടെ മുട്ടൊന്നും കൂടാതെ നന്നായി പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരം, യേശു നമ്മുടെ ഇടയനാകണം. അങ്ങനെയെങ്കിൽ ആ ഇടയൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കും. ആരിൽ നിന്ന് കേൾക്കും? യേശുപ്പച്ചനിൽ നിന്ന് കേൾക്കും. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഒരു പക്ഷേ ഇനിയും നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന പോലെയല്ല, കുറച്ച് മീശയൊക്കെ വളരും. അതുപോലെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അവരെന്തെന്ന് അറിയാവോ, അവർ ഇതുവരെ ഉപയോഗിക്കാത്ത മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയം നിങ്ങളുടെ അടുത്തേക്ക് ഒത്തിരി കൂട്ടുകാർ ചില വാക്കുകളുമായി വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് മാത്രം ഉൾക്കൊള്ളുക, സ്വീകരിക്കേണ്ടത് മാത്രം സ്വീകരിക്കുക, പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. കൂട്ടുകാർ പറയുന്ന എല്ലാം പഠിക്കാൻ പറ്റുമോ? ഇല്ല. കൂട്ടുകാരൻ പറയുന്ന എല്ലാം കൊണ്ട് കേൾക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. നമ്മൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളത് മാത്രം നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ കേട്ടോ, അങ്ങനെയുള്ളത് മാത്രം ഏറ്റെടുക്കാവുള്ളൂ. ഇനിയും ഈ ഒരു ഭാഗം കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, നോഹപ്പച്ചൻ എത്ര പേർക്ക് അറിയാം? അറിയാം. എന്നാൽ നോഹപ്പച്ചൻ ഒരു ഉദാഹരണം പറഞ്ഞേ. മോനെ യാഗത്തിന് കൊണ്ടുപോയിരുന്നു. അയ്യോടാ, അത് അബ്രഹാമാന്ന് ഒന്ന് പറഞ്ഞേ. ഓക്കെ മിടുക്ക. അതായത് നോഹപ്പച്ചനെ സംബന്ധിച്ച് നമുക്കറിയാം, പെട്ടകത്തിൻ്റെ വിഷയമൊക്കെ അറിയാം അല്ലേ? വലിയ മഴ പെയ്തു, വലിയ വെള്ളപ്പൊക്കമൊക്കെ അറിയാം. ഈ നോഹപ്പച്ചൻ്റെ പ്രത്യേകം അറിയാമോ? അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോഹപ്പച്ചൻ മാത്രം ദൈവശബ്ദം കേട്ടു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരുപക്ഷെ വലിയ വലിയ രാജാക്കന്മാർ കാണുമായിരിക്കും, വലിയ വലിയ കോടീശ്വരന്മാർ കാണുമായിരിക്കും, വലിയ വലിയ വാഹനങ്ങളൊക്കെ, അതായത് അന്നത്തെ വാഹനമൊക്കെ അറിയാമല്ലോ, വലിയ രഥങ്ങളിലൊക്കെ പോകുന്നവരൊക്കെ വലിയ വലിയ ആളുകളൊക്കെ കാണുമായിരിക്കാം. പക്ഷേ ഒരു നോഹയപ്പച്ചൻ ദൈവശബ്ദം കേട്ടു. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ദൈവശബ്ദം കേട്ട നോഹയപ്പച്ചൻ്റെ ജീവിതത്തിനകത്ത് നമുക്കറിയാം, ദൈവത്തിൻ്റെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത ആ നോഹയപ്പച്ചൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഒത്തിരി ആളുകൾ തകർന്നപ്പോൾ തകരാതെ നോഹയപ്പച്ചനും നോഹയപ്പച്ചൻ്റെ കുടുംബം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകാനിടയായി തീർന്നു. എന്താണ് കാരണം? മറ്റൊന്നുമല്ല. കാരണം ഒരു കാരണം, ദൈവശബ്ദം കേട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നോഹയപ്പച്ചൻ ദൈവശബ്ദം കേട്ടു. അതേസമയം കേൾക്കണം, അവിടെ ചുറ്റുമുള്ളവർ പറഞ്ഞുകൊണ്ട് നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, കാരണം ഇതുവരെ പെയ്യാത്ത മഴ പെയ്യുമെന്നാണ് നീ പറയുന്നത്. കാരണം നോഹയപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ആളുകളൊക്കെ പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്ന് പറയുമ്പോൾ അവരുടെ വാക്ക് ആര് കേട്ടില്ല? നോഹ കേട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, അവരുടെ വാക്കാണ് കേട്ടതെങ്കിൽ തീർച്ചയായിട്ടും നോഹ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നോഹയപ്പച്ചൻ ഇവരുടെ ആരുടെയും വാക്കല്ല കേട്ടത്, പിന്നെയോ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഒരു സ്റ്റെപ്പ് എടുത്തങ്ങ് വെച്ചു. അതുമാത്രമല്ല, കേട്ടത് അവൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമുക്കറിയാം, എത്ര നീളം വേണമെന്നും എത്ര വീതി വേണമെന്നും കേട്ട് അനുസരിച്ച് പഠിച്ച് തയ്യാറാക്കി. അങ്ങനെ പഠിച്ച് തയ്യാറാക്കിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിജയം. അനേകർ പരാജയപ്പെട്ടപ്പോൾ ഇതാ നോഹയപ്പച്ചൻ്റെ പെട്ടകം, നോഹയപ്പച്ചൻ്റെ കുടുംബം പോകുന്ന പെട്ടകം ഇങ്ങനെ ഒഴുകി നടക്കുക. കാരണം എന്താണ്? ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവശബ്ദത്തിന് അവൻ എന്ത് ചെയ്തു? ഒരു വലിയ കാര്യമായി കണ്ടു. നിസ്സാര കാര്യമായല്ല, വലിയ കാര്യമായി കണ്ടു, വലിയ സംഭവമായി കണ്ട് ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ തന്നെ മുൻപോട്ടുള്ള ഓരോ സ്റ്റെപ്പിനകത്തും ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുക. നാം കേട്ടതുപോലെ ആദ്യം കേൾക്കുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, പഠിക്കേണ്ടത് ഗ്രഹിക്കേണ്ടത് മാത്രം ഗ്രഹിക്കുക. ഇനിയും ഒരു കാര്യം കൂടെ നിങ്ങളോട് വേഗത്തിൽ പറയാം. മുമ്പ് നമ്മളൊരു ക്യൂ ടൈം ഉണ്ടായിരുന്നു, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനിടയായി തീർന്നു. അതിൻ്റെ ആൻസർ നമുക്കറിയാം,
നമുക്കറിയാം ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും ഒരു താക്കോല് കാണുമല്ലേ അതിനെ തുറക്കുന്ന. അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗം കൂടെ വേഗത്തിൽ ഒന്ന് ഉറപ്പിക്കാം. നമുക്കറിയാം ശമൂവേലും അതുപോലെ തന്നെ ഏലി പുരോഹിതനും ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ, ശമൂവേൽ ബാലനായി നിൽക്കുന്ന സമയം ഇങ്ങനെ ഓരോ ശബ്ദവും ഇങ്ങനെ കേൾക്കുകയാണ്. ആരോ വിളിക്കുന്ന പോലെ, ശമൂവേലെ ശമൂവേലെ. ഓടിച്ചെന്ന് ഏലി പുരോഹിതനോടത്ത്, എന്നെ വിളിച്ചായിരുന്നോ? പറഞ്ഞില്ല, ഞാൻ വിളിച്ചില്ല. പിന്നെ പോയി കിടക്കുന്നു, പിന്നെയും വിളിച്ചു, എന്നെ വിളിച്ചോ? വിളിക്കുന്ന പോലെ കേട്ടല്ലോ. എലി പുരോഹിതൻ പറയും, എൻ്റെ കുഞ്ഞെ ഞാൻ വിളിച്ചില്ല. പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു. അങ്ങനെ 4ാമത്തെ പ്രാവശ്യമാണ് അവൻ സമർപ്പിക്കുന്നത്, ഇത് ദൈവശബ്ദമാണ്. എലി പുരോഹിതൻ പറഞ്ഞു, ഇനിയും നിന്നെ വിളിക്കുവാണെങ്കിൽ അത് ഞാനല്ല, നീ മനസ്സിലാക്കിക്കോണം, ഇതാ ഞാനാകുന്നു എന്ന് പറയുക. അതായത് നമുക്കറിയാം അതിൻ്റെ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ എത്രാമത്തെ വിളിയിലാണ് അരുളി ചെയ്യണമേ എന്ന് അടിയൻ ഇതാ കേൾക്കുന്നു എന്ന് പറഞ്ഞത്. അതെന്ന് ചോദിക്കാൻ അത് മറ്റൊന്നുമല്ല, കാരണം 4ാമത്തെ പ്രാവശ്യമാണ് അയ്യോ അടിയനിതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ വിശ്വസിക്കുക, ദൈവശബ്ദത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, ഗ്രഹിക്കുക, പഠിക്കുക, അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ ഡോറ് യേശുപുരുഷൻ തുറക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അപ്രകാരം ഒരു സ്റ്റെപ്പ് വെക്കുവാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും യേശുവിനെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കിഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഫണ്ണല്ലായിരുന്നോ? ഫൺ ടൈമും ഷൈൻ ടൈമും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെ, ഇന്നത്തെ കിഡ്സ് തീരുകയാണ്. ഇന്നത്തെ തീം പോലെ തന്നെ നമ്മൾ എല്ലാം കേട്ട് അനുസരിക്കുന്നവരായി തീരണം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. 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 പാട്ടും കഥകളും നൃത്തവുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നേരാണോ? 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 പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? ആ കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? നാട്ടിലെ കുട്ടിയും ഗൾഫിലെ കുഞ്ഞാടും യുകെയിലെ മക്കളും ഓക്കെയല്ലേ? നാട്ടിലെ കുട്ടിയും ഗൾഫിലെ കുഞ്ഞാടും യുകെയിലെ മക്കളും ഓക്കെയല്ലേ? പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. പവർ വിഷനിലെ കുട്ടികൾ